വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 35 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. യേശു തമ്പുരാൻ അവരുടെ സിനഗോഗുകൾ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരോട് അനുകമ്പ തോന്നി. അവനിടയിലില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഇന്ന് ഓഗസ്റ്റ് മാസം 4-ാം തീയതി 2026. നമുക്കറിയാവുന്നവരെ ഇന്ന് ലോകം മുഴുവനും കത്തോലിക്ക സഭയിൽ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആചരിക്കുന്ന ദിവസമാണ്. ജോൺ മരിയ വിയാനിയാണ് ഇടവക വൈദികരുടെ വിശുദ്ധൻ, മധ്യസ്ഥൻ. 1786 ജനിച്ച് 1859 73-ാമത്തെ വയസ്സിൽ ഈ ലോകത്തിൽ നിന്നും ദൈവസന്നിധാനത്തിലേക്ക് പോയ ഒരു വ്യക്തിയാണ് ജോൺ മരിയ വിയാനി. ഫ്രാൻസിൽ ലിയോൺസിൽ ഡർലില്ലി വില്ലേജിൽ മാത്യു വിയാനിയുടെയും മരിയ വിയാനിയുടെ മകനായിട്ട് ജനിച്ചു. മാതാപിതാക്കൾ കൃഷിക്കാരായിരുന്നു. മതമർദ്ദന കാലത്താണ് ജോൺ ജനിച്ചത്. രാത്രികാലങ്ങളിൽ മാത്രമാണ് വൈദികർ ജോണിനെയും കൂട്ടരെയും പഠിപ്പിച്ചിരുന്നത്. 20-ാം വയസ്സിൽ അബേബേലിയുടെ സ്കൂളിൽ പഠനം ആരംഭിച്ചു. ലത്തീൻ ഭാഷ അവനൊരു പ്രശ്നമായിരുന്നു. അല്പം പോലും പഠിക്കാൻ പറ്റിയിരുന്നില്ല. 1810 ജോൺ തൻ്റെ കുടുംബാവകാശം സ്വസഹോദരന് ഫ്രാൻസിസിന് വിട്ടുകൊടുത്തു. ജോണിന് പകരം ഫ്രാൻസിസ് സൈനിക സേവനം നിർവഹിക്കുവാൻ സമ്മതിക്കുകയും ചെയ്തു. 1813 ജോൺ സെമിനാരിയിൽ ചേർന്നു. പഠനം തൃപ്തികരമല്ലെന്നും സ്വഭാവം വിശിഷ്ടമാണെന്നും റക്ടർ ലിയോൺസിനെ വികാരി ജനറൽ മോൺസിഞ്ഞോർ കുർബാനെ അറിയിച്ചു. വികാരി ജനറൽ റക്ടറോട് ചോദിച്ചു, വിയാനി ഭക്തിപൂർവം കൊന്ത ചൊല്ലുമോ? ദൈവഭക്തിയിൽ 1-ാം സ്ഥാനം വിയാനിക്കായിരുന്നു. എങ്കിൽ ഞാൻ വിയാനിക്ക് പട്ടം കൊടുക്കും. 1815 ഓഗസ്റ്റ് 13 ജോണിന് പട്ടം കൊടുത്തു. 2 കൊല്ലം ബെയിലിയുടെ കീഴിൽ അസിസ്റ്റൻ്റായി ജോലി ചെയ്തു. അനന്തരം ആഴ്സിലെ വികാരിയായി. കുമ്പസാരവും കുർബാനയും ഇല്ലാതെ ഡാൻസും മദ്യവും മേളയുമായി കഴിഞ്ഞിരുന്ന ഒരു സ്ഥലം അതൊരു അനുതാപ കേന്ദ്രമായി മാറി. തണുപ്പ് കാലത്ത് 12-ഉം മറ്റു കാലങ്ങളിൽ 18 മണിക്കൂറും വിയാനി കുമ്പസാരക്കൂട്ടിൽ ചെലവഴിച്ചു. പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും പച്ചവെള്ളവും മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭക്ഷണം. ആർട്സിൻ്റെ മാനസാന്തരം കണ്ട് പ്രകോപിതരായ പിശാചുക്കൾ ജോണിൻ്റെ കട്ടിലിന് തീവയ്ക്കുകയും ശല്യം ചെയ്യുകയും ചെയ്യുമായിരുന്നു. അസൂയാലുക്കളായ വൈദികർ ജോണിനെ എതിരെ പല ആരോപണങ്ങളും മെത്രാൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. വികാരി ജനറൽ നടത്തിയ പരിശോധനയിൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ സുന്ദരവും ലളിതവും ജീവിത നവീകരണത്തിന് ഉതകുന്നതുമായിരുന്നു. 20 വർഷത്തിനിടെ 20 ലക്ഷം പാപികൾ അദ്ദേഹത്തിൽ നിന്നും ഉപദേശം സ്വീകരിച്ചിട്ടുണ്ട്. ധാരാളം പണ്ഡിതന്മാരും മെത്രാന്മാരും വൈദികരും അദ്ദേഹത്തിൻ്റെ അടുക്കൽ കുമ്പസാരിക്കുവാനും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുവാനും എത്തിയിരുന്നു. 1859 ഓഗസ്റ്റ് മാസം 4-ാം തീയതി 73-ാമത്തെ വയസ്സിൽ അദ്ദേഹം സ്വർഗപ്രാപ്തിയിലേക്ക് പോയി. അദ്ദേഹം ഒരു വിഡ്ഢിയാണെന്ന് ആളുകൾ മുദ്ര കുത്തിയിരുന്നു. റക്ടച്ചൻ പോലും അദ്ദേഹത്തെ ഒരു കഴുത എന്നാണ് വിളിച്ചത്. തന്നെ കഴുത എന്ന് വിളിച്ച റക്ടച്ചനോട് അദ്ദേഹം പറഞ്ഞു, ശംശോന് ഒരു കഴുതയുടെ താടിയലുകൾ കൊണ്ട് 1000 കൊല്ലാൻ കഴിഞ്ഞാൽ ദൈവത്തിന് ഒരു മുഴുവൻ കഴുതയെ കൊണ്ട് എത്ര പേരെ രക്ഷപ്പെടുത്തുവാനായിട്ട് സാധിക്കും. ദൈവം അറിഞ്ഞു തന്നതാണ് വൈദികർക്ക് ജോൺ മരിയ വിയാനി. അദ്ദേഹത്തിൻ്റെ വിനയവും അദ്ദേഹത്തിൻ്റെ എളിമയും അദ്ദേഹത്തിൻ്റെ താഴ്മയും അദ്ദേഹത്തിൻ്റെ ശൂന്യതാബോധവും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതവും അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധിയും വൈദികർക്കെന്നും മാതൃകയായിരിക്കട്ടെ. അദ്ദേഹം പഠനത്തിൽ പിന്നിലായിരുന്നെങ്കിലും
വിശുദ്ധിയിൽ ഒന്നാമനായിരുന്നു, ദൈവസ്നേഹത്തിൽ ഒന്നാമനായിരുന്നു, ദൈവ ശുശ്രൂഷയിൽ ഒന്നാമനായിരുന്നു. നമ്മുടെ എല്ലാ വൈദികരും ജോൺ മരി വിയാനിയെ പോലെ വിശുദ്ധിയിലും ദൈവസ്നേഹത്തിലും ദൈവസേവനത്തിലും ഒന്നാമനായിരിക്കട്ടെ. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് സഭ നൽകിയിരിക്കുന്നത് മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 35 38 വാക്യങ്ങളാണ്. അതിനകത്ത് വളരെ മനോഹരമായ 3 ചിന്തകളുണ്ട്. ഒന്നാമത്തെ ചിന്ത, യേശു ചുറ്റി നടന്ന് പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ശുശ്രൂഷയാണ്. ഇതൊരു വൈദികൻ്റെ 3 ശുശ്രൂഷകളാണ്. അവൻ പഠിപ്പിക്കേണ്ടവനാണ്, അവൻ പ്രസംഗിക്കേണ്ടവനാണ്, അവൻ മറ്റുള്ളവരെ ശുശ്രൂഷിക്കേണ്ടവനാണ്. രണ്ടാമത്തെ ചിന്ത, ഇടയനില്ലാത്ത ആടുകളെ കണ്ടപ്പോൾ യേശുവിന് മനസ്സലിവുണ്ടായി. പാവപ്പെട്ട മനുഷ്യരെ കാണുമ്പോൾ, ദരിദ്രരെ കാണുമ്പോൾ, ദുഃഖിതരെ കാണുമ്പോൾ, പീഡിതരെ കാണുമ്പോൾ, എളിയവരെ കാണുമ്പോൾ, ഏറ്റവും ചെറിയവരെ കാണുമ്പോൾ ഓരോ വൈദികനും ഓരോ ക്രിസ്ത്യാനിക്കും അനുകമ്പ തോന്നണം. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കൃപകളിലൊന്നാണ് അനുകമ്പ. കർത്താവേ, ഞങ്ങളോട് കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പോലെ നമുക്കും മറ്റുള്ളവരോട് കരുണയുള്ളവരാകുവാൻ, അനുകമ്പയുള്ളവരാകുവാൻ പ്രാർത്ഥിക്കാം. മൂന്നാമതായിട്ട് കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, വിളവധികം വേലക്കാരോ ചുരുക്കം. വിളവിൻ്റെ നാഥനോട് ധാരാളം വേലക്കാരെ അയക്കുവാൻ പ്രാർത്ഥിക്കുക. ധാരാളം ദൈവവിളി ഉണ്ടാകണം. ലോകം മുഴുവൻ ക്രിസ്തുവിനെ അറിയണം. ലോകത്തിൽ ഒരാൾ പോലും യേശുവിനെ അറിയാതെ ഇരിക്കരുത്. പ്രസംഗിക്കുവാൻ ആളില്ലെങ്കിൽ എങ്ങനെ യേശുവിനെ അറിയും? ലോകം മുഴുവനും പോയി ദൈവത്തിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ തക്കവണ്ണം എല്ലാവരും ദൈവത്തെ അറിയുവാനുള്ള കൃപാറുണ്ടാകുമെങ്കിൽ ധാരാളം 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 വൈദികരും സന്യസ്തരും ഉണ്ടാകണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും വൈദികനാകുവാൻ, സന്യാസിനിയാകുവാൻ ദൈവമേ ഞങ്ങൾക്കും അനുഗ്രഹം തരണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ സുദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഞാൻ നേരുന്നു. ജോൺ മരിയ വിയാനിയെ പോലെ ഒരു വിശുദ്ധൻ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാകട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ ശുശ്രൂഷിക്കുന്ന, വിശുദ്ധിയിൽ ജീവിക്കുന്ന മക്കൾ നമുക്കുണ്ടാകട്ടെ. എല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു സുദിനം എല്ലാവർക്കും നേരുന്നു. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക.